ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഒരു ഓണം മേക്കപ്പ് ലുക്കാണ്. അതും സെറ്റ് സാരിയിലല്ല, ഒരു വൈറ്റിഷ് ഓഫായിട്ടൊരു സിൽക്ക് സാരിയിലാണ്. അപ്പോൾ ഒരു ലീനായിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ടൊരു അടിപൊളി ലുക്കാണ്. അത് നമ്മൾ ചെയ്യുന്നത് BB ക്രീമിലാണ്. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ലുക്ക് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം മൂവ് ടു ദ വീഡിയോ. അപ്പോൾ ഇതൊരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണ്. മേക്കപ്പ് ചെയ്യാൻ ഞാനും അത്ര പ്രൊഫഷണൽ ഒന്നുമല്ല, ഞാനും ചെയ്ത് പ്രാക്ടീസോടെയാണ് പഠിച്ചത്. അപ്പം ആരെങ്കിലും ആദ്യമായിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബേസിക് സ്റ്റെപ്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മളെ സ്കിൻ കെയർ, കളർ കറക്ഷൻ, ലിപ്സ്റ്റിക്ക് ഇടുന്ന, ലിപ് ലൈനിങ് എല്ലാം ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം എന്താ സ്കിൻ കെയർ ഇല്ലാതെ നമുക്ക് ഒരു മേക്കപ്പും ഇല്ല. സ്കിൻ കെയർ ഉണ്ടെങ്കിൽ, നല്ല സ്കിൻ കെയർ ഉണ്ടെങ്കിൽ മേക്കപ്പിന് അത്രയ്ക്ക് നന്നായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും. അപ്പോൾ സ്കിൻ കെയറിൽ ആദ്യം തന്നെ ടോണറാണ്. ഐ ആം യൂസിങ് ബെല്ല വിറ്റയുടെ ഫേസ് ടോണർ ഗ്ലോണർ, റോസ് വാട്ടർ ആൻഡ് ആലോവേര. ഇത് ബേസിക് ഒരു ടോണറാണ്. നിങ്ങളുടെ കയ്യിൽ ടോണർ ഉണ്ടെങ്കിൽ സാധാ റോസ് വാട്ടർ ഉപയോഗിച്ചാലും മതി. റോസ് വാട്ടർ നല്ലൊരു ടോണറാണ്. നന്നായിട്ട് ഡാമ്പ് ചെയ്യണം. നമ്മുടെ മുഖത്തുള്ള ഈ പോർട്സൊക്കെ ഒരു ടെമ്പററി ആയിട്ടൊന്ന് ക്ലോസ് ചെയ്തൊരു ഫ്ലോലെസ് മേക്കപ്പ് കിട്ടാനാണ് നമ്മൾ ടോണേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ പ്രോഡക്റ്റ്സ് ഇടുന്നതിന് മുമ്പേ നമ്മൾ മുഖത്ത് അതൊന്ന് സെറ്റ് ആവുന്ന സെറ്റിംഗ് ടൈം കൊടുക്കുക. അപ്പോൾ അടുത്തത് നമ്മൾ മോയ്സ്ചറൈസർ. ഒബ്വിയസ്ലി നമ്മൾ മോയ്സ്ചറൈസറാണ് എടുത്തത്. ഓക്കെ, അക്വാലോജിക്കയുടെ മോയ്സ്ചറൈസറാണ്. 5 ബാരിയർ പ്ലസ് ഹൈഡ്രേറ്റിംഗ് ജെൽ മോയ്സ്ചറൈസർ. നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഒരു മോയ്സ്ചറൈസറാണ്. എനിക്ക് ഇതിൻ്റെ ടെക്സ്ചർ നമ്മുടെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഇല്ല, അതേപോലത്തെ ഒരു ഫീലൊക്കെ വന്നിട്ടുണ്ട്. എക്സ്പെഷ്യലി ഫോർ ഡ്രൈ സ്കിൻ നല്ലതാണ് കേട്ടോ. എൻ്റെതൊരു കോമ്പിനേഷൻ സ്കിന്നാണ്, മോസ്റ്റ്ലി ഡ്രൈ ആണ്. നന്നായിട്ട് ഡാമ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ കഴിഞ്ഞു. മോയ്സ്ചറൈസിങ് പാർട്ട് കഴിഞ്ഞു. എപ്പോഴും ഒരു ബ്രാൻഡ് യൂസ് ചെയ്യാതെ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. എന്തായാലും മോയ്സ്ചറൈസർ ആയാലും ഷാമ്പു ആയാലും ഒക്കെ ഒന്ന് മാറ്റി പിടിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസിങ് പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മളൊരു ഫെസ്റ്റീവ് മേക്കപ്പാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫെസ്റ്റീവിന് മോസ്റ്റ്ലി SPF സ്കിപ്പ് ചെയ്യണതാണ് നല്ലത്. SPFിലൊരു കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ മുഖത്ത് നമ്മൾ മേക്കപ്പ് ലെയർ ചെയ്യുമ്പോൾ ഗ്രേഷ് ആവാനും ഈ ക്രീസസ് ഒക്കെ ഉണ്ടാവാനൊക്കെ സാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ SPF സ്കിപ്പ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ വെഡ്ഡിങ് മേക്കപ്പിനൊക്കെ SPF സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസ് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രൈമർ. അപ്പോൾ നമുക്ക് ഓണം സെലിബ്രേഷനാണ് നമ്മൾ മേക്കപ്പിങ്. നമുക്ക് വള്ളംകളി കാണും, ഈ വടംവലി കാണും, നാരങ്ങ സ്പൂൺ, അങ്ങനെ പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ വിർച്വലായിട്ടുള്ള ബോട്ട് റേസിംഗ് ഒക്കെ ഉണ്ട്, ഒരു ബോട്ടിൻ്റെ ഷേപ്പ് പോലെ ഇരുന്നിട്ട് ജസ്റ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് വേർക്ക് നമ്മുടെ മേക്കപ്പ് ഒലിച്ചു പോകും. പ്രത്യേകിച്ച് അത്രയ്ക്ക് വെയിലാണല്ലേ ഇപ്പോൾ. അപ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ഒരു പ്രൈമർ യൂസ് ചെയ്യും, നമ്മുടെ മേക്കപ്പ് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാൻ. അപ്പോൾ ഞാനിവിടെ റീകോഡിൻ്റെ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്, ഏസ് ഓഫ് ബേസ്. ഇത് റീകോഡ് അത്യാവശ്യം നല്ല വിലയുള്ളൊരു പ്രോഡക്റ്റാണ്. ഈ ഒരു 10 ഗ്രാമിന് ഞാൻ 200 സംതിങ്ങിനാണ് ഞാൻ വാങ്ങിച്ചത്. ആമസോണിൽ ഓഫറുള്ള സമയത്താണ് ഇത് വാങ്ങിച്ചത്. ഓക്കെ, പക്ഷെ നല്ല എഫക്റ്റാണ് കേട്ടോ റീകോഡിൻ്റെയൊക്കെ പ്രൈമർ. എപ്പോഴും പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ വിരലിൽ ഇങ്ങനെ ഡാമ്പ് ചെയ്തിട്ട് നമ്മൾ മോസ്റ്റ്ലി വയർക്കുന്നത് ഇവിടെയൊക്കെയാണ് നമുക്ക് നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ഭാഗം. അവിടെയൊക്കെ ഇടുക. ഓക്കെ, ഇപ്പം നിങ്ങൾ വല്ല സെറമോ അണ്ടർ ഐ ക്രീമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ സ്കിൻ കെയർ സ്റ്റെപ്പിൽ തന്നെ അതങ്ങ് ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട് കേട്ടോ.
ടിപ്പ് എപ്പോഴും മോയ്സ്ചറൈസർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബേസ് ഒരുവിധം സെറ്റായല്ലേ. അപ്പോൾ നമുക്ക് ഈ ബേസ് ഒന്ന് നമുക്ക് അടിച്ചുറപ്പിക്കണം. അതിനാണ് ഒരു മേക്കപ്പ് ഫിക്സർ ഉപയോഗിക്കണം. ഞാൻ ഇവിടെ മൈഗ്ലാമിൻ്റെ ഒരു മേക്കപ്പ് ഫിക്സറാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ല മേക്കപ്പ് ഫിക്സർ പാക്കിൻ്റെ ആണ് കേട്ടോ. ഒരുപാട് റിവ്യൂസൊക്കെ ഉള്ളത്, പക്ഷെ നല്ല ഭയങ്കര റേറ്റാണ്. പിന്നെ ഈ മൈഗ്ലാമിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു സ്പഞ്ച് എടുത്തിട്ട് ഡാമ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ചെയ്തു. ഇനി അടുത്തത് കളർ കറക്ഷൻ. നമ്മുടെ ഒരുപാട് പിഗ്മെൻറ്റേഷൻസ് ഒക്കെ എനിക്കുണ്ട്, എക്സ്പെഷ്യലി ഡാർക്ക് സർക്കിൾസ് അറൗണ്ട് ദ ലിപ്സൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. നമ്മൾ കളർ കറക്ഷൻ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ഓറഞ്ച് കറക്റ്ററോ ഒരു കളർ കറക്റ്റിംഗ് പാലറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. എൻ്റെ ഷെയ്ഡിനെയും കാട്ടി ഒരു അണ്ടർഷോൺ ആയിട്ടുള്ള 2 കൺസീലർ വെച്ചിട്ടാണ് ഞാൻ ഈ കളർ കറക്ഷൻ ചെയ്യുന്നത്. ആൻഡ് ദ 2 കൺസീലേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഈ ഒരു പൈസയ്ക്ക് ഇത് മാത്രമേ കാണുള്ളൂ. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു 2 കൺസീലേഴ്സാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് ഈ ഇൻസൈറ്റിൻ്റെ NC5 അതാണ് നമ്മുടെ ഫസ്റ്റ്. പിന്നെ അടുത്തൊരു കൺസീലർ, എനിക്ക് ഫേസസ് കാനഡയുടെ ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ബ്രാൻഡാണ്. അടുത്ത നമ്മൾ ഫേസസ് കാനഡയുടെ ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഫേസസ് കാനഡയുടെ ഗോൾഡൻ ഡ്രൈസ് 06. ഈ ഒരു കൺസീലർ ഞാൻ വാങ്ങുമ്പോൾ 100-ന് താഴെ ആയിരുന്നു. ഇത് 200 സംതിങ്, 200 താഴെ 190 സംതിങ്ങിനാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ പിഗ്മെൻറ്റേഷൻസ് കവറപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസിന് ഇത് സൂപ്പർബാണ്. എന്നെക്കാട്ടി കുറച്ചും കൂടെ ഷെയ്ഡ് സ്കിൻ ടോൺ ഫെയർ ആയിട്ടുള്ളവർക്കാണെങ്കിൽ NC4 വാമിയല്ലോ, അതും നമുക്ക് ചെയ്യാം. ഓക്കെ, അതിനതിട്ടു. ഇനി അതിന് ഒരു കൺസീലർ ബ്രഷ് എടുക്കുന്നുണ്ട്. ഇത്ര നന്നായിട്ട് ടാമ്പ് ചെയ്യാം. കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനൊക്കെ ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. അല്ല ഫെസ്റ്റീവ് അല്ല, സാധാ കാഷ്വലി ഗോയിങ് ഔട്ടിനൊക്കെ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഒക്കെ വ്യൂസ് കുറവാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞാണ് ഇടുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഗോൾഡൻ റഷിൻ്റെ അത് വെച്ച് ഒരു കോട്ടും കൂടെ ചെയ്യണം. അപ്പോൾ ഗോൾഡൻ റഷിൻ്റെ എടുത്തിട്ടുണ്ട്. ഫേസസ് കാനഡ ഗോൾഡൻ റഷ് ഷെയ്ഡ്. ഇതിനെ കാട്ടി ഒരു ടോൺ ലൈറ്ററാണ്. നമുക്ക് അഫോർഡബിൾ പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് തന്നെ അടിപൊളി മേക്കപ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലീസ് വാച്ച് മൈ വീഡിയോസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ആ ഗോൾഡൻ റഷ് ഇട്ടു. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. നമ്മുടെ ഷെയ്ഡിന് മാച്ച് ഇല്ലെങ്കിൽ നമുക്ക് പലതും മിക്സ് ചെയ്ത് നമുക്ക് ഇതേപോലെയൊക്കെ അത് ചെയ്തെടുക്കാം. ഒരുപാട് പിന്നെ തെറ്റിയല്ലേ നമ്മൾ പഠിക്കുന്നത്. ഞാനും ഒരുപാട് കൺസീലർ ഷെയ്ഡ്സൊക്കെ എൻ്റെ ഷെയ്ഡിന് ഒട്ടും മാച്ച് ആവാത്ത ഈ കൺസീലറും ഫൗണ്ടേഷൻ ഷെയ്ഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓൺലൈനല്ലേ വാങ്ങുന്നത്. നമ്മളിപ്പോൾ ലുലുവിൻ്റെ സ്റ്റോറിലൊക്കെ പോയാലും ഓൺലൈന് 300 രൂപയ്ക്കൊക്കെ വാങ്ങുന്നത് അവിടെ വരുമ്പോൾ നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഞാൻ BB പ്ലസ് ക്രീമാണ് ഇടുന്നത്. ഓക്കെ, എനിക്ക് BB പ്ലസ് പറയുമ്പോഴത്തേക്കും ബിഗ് ബോസ് ആണ് ഓർമ്മ വരുന്നത്. നിങ്ങളെല്ലാവരും ബിഗ് ബോസിലെ വ്യൂവേഴ്സ് ആണോ? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണ്? കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫേവറേറ്റ് കണ്ടീഷൻ എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആസ് എ കോമണർ വന്ന് ഇത്രയൊരു റെവല്യൂഷൻ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ സൂപ്പർവാണ്. ഇന്നത്തെ എപ്പിസോഡിൽ അനീഷ് കലക്കി പലരുടെയും പോയി മുഖങ്ങളൊക്കെ കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ പോൺസിൻ്റെ BB പ്ലസ് ക്രീമാണ് ഇടുന്നത്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഐവറി ഷെയ്ഡാണ്. അതിൻ്റെ ഉടനെ ഈ മാർസിൻ്റെ ഒരു സ്ട്രോപ്പ് ക്രീമും കൂടെ ഇലുമിനാറ്റി ബേസ് എന്നുണ്ട്. ഇത് റോസ് ഗോൾഡ് ഷെയ്ഡാണ്. അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഒരു തിളങ്ങട്ടെ, ഓണമൊക്കെ അല്ലേ. അപ്പോൾ അപ്പം അങ്ങനെ മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ കണ്ണിൻ്റെ ജസ്റ്റ് താഴെ ഒന്ന് ഒഴിവാക്കുക കേട്ടോ. പിന്നെ നമ്മുടെ സ്കിൻ ടോൺ മാച്ച് ആയിട്ടുള്ളൊരു കൺസീലർ ഉപയോഗിക്കും. എപ്പോഴും നെക്കിലും അപ്ലൈ ചെയ്യണം. ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ കാണും. റോഡ് സൈഡല്ലേ, അപ്പം നന്നായിട്ട് സ്മഡ്ജ് ചെയ്യുക. BB ക്രീം കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് പല മേക്കപ്പ് ലുക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്ഥിരമായിട്ട് ഓഫീസ് ഗോയിങ് ഒക്കെ പറ്റുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ പോൺസിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്, മാർസിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് പോൺസിൻ്റെ ഒരു ഐവറി ഷെയ്ഡിനോടൊരു താല്പര്യമുണ്ട്. അപ്പം BB ക്രീം നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്പഞ്ച് വെച്ചിട്ട് ഡാമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കൺസീലറാണ്. നമ്മുടെ സ്കിൻ ടോണിന് മാച്ചായിട്ടുള്ളൊരു കൺസീലറാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ ഒരു കൺസീലറാണ്. അത് നല്ല അണ്ടർ ബഡ്ജറ്റാണ്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസീലറാണ്. ലാക്മിയുടെ 925 ഷെയ്ഡ് വന്നിട്ട് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ സ്റ്റിക്കറൊക്കെ പോയി. അത്രയ്ക്ക് നന്നായിട്ട് ഉപയോഗിച്ചു. മീഡിയം ബീജാണെന്ന് തോന്നുന്നു. അപ്പം അത് പ്ലേ കുറച്ച് ഓക്കെ. ഇത് നമുക്ക് നന്നായിട്ട് ഡാമ്പ് ചെയ്യാം. അത് ബ്രഷ് എടുത്തിട്ട് ഇനി അടുത്തത് ഐബ്രോസാണ്. ഐബ്രോസിന് ഞാൻ ഒരു ജെൽ ടൈപ്പ് ഒരു ഐബ്രോ ഫില്ലിംഗ് ആണ് എടുത്തേക്കുന്നത്. ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ഇതിൻ്റെ ഈ നമ്മുടെ ഐബ്രോസും ഈ കാജലും കൂടെ മ്യൂസിക് ഫ്ലവർ എന്നൊരു ബ്രാൻഡിൻ്റെയാണ്. ഞാൻ പണ്ട് വാങ്ങിച്ചതാണ്. രണ്ടും കൂടെ എനിക്ക് 80 സംതിങ്ങിനാണ് കിട്ടിയത്. ഇതിങ്ങനെ ജസ്റ്റ് എടുത്ത് ഇങ്ങനെ ഡാമ്പ് ചെയ്തിട്ട് അങ്ങനെ ഐബ്രോസ് ഫില്ല് ചെയ്തു. ഇനി അടുത്ത ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പിന് ഞാൻ യൂസ് ചെയ്യുന്ന ഐ ഷാഡോ പാലറ്റ് ഹുഡാ ഗേൾ. ഞാൻ പറഞ്ഞ ഹുഡാ ഗേളിന് 2 പാലറ്റ് ഉണ്ട്. റോസ് ഗോൾഡ് വരുന്നുണ്ട്, ന്യൂഡും വരുന്നുണ്ട്. ഇത് റോസ് ഗോൾഡ് പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മളൊരു ഫൗണ്ടേഷൻ ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന ആ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ബേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ മുകളിൽ നല്ലൊരു ബേസ്. ഓക്കെ, ഡൺ. ഇനി അടുത്തത് ഒരു ബ്രൗൺ ചൊക്കോക്കോ എന്ന് പറഞ്ഞൊരു ബ്രൗൺ ഷെയ്ഡ് ഐലിഡിൻ്റെ പുറത്തായിട്ട്
ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ കലാപരിപാടി. കലാപരിപാടിക്ക് ഞാൻ ആദ്യം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കൂൾ കാജലാണ് കേട്ടോ. അടിപൊളിയാണ്, നല്ല ഡാർക്കാണ്. അത് നമ്മൾ എടുക്കുക. ഓക്കെ, ഇതേപോലെ തന്നെ അവിടെ. ഒരു സ്മഡ്ജിങ് ബ്രഷ് എടുത്തിട്ട് ഞാൻ ബ്ലാക്ക് കളർ ഐ ഷാഡോ എടുക്കുന്നുണ്ട്. ബ്ലാക്ക് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്ത്. ഗോൾഡൻ ലിക്വിഡ് ഐ ഷാഡോ എടുക്കുന്നത് ചെറിയൊരു വിങ്ട് കൊടുത്തു. ഗോൾഡ് ലിക്വിഡ് ഐ ഷാഡോ മാർസിനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡാമ്പ് ചെയ്ത് കൊടുക്കുക സെൻറ്റർ പാർട്ടിൽ. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഗോൾഡൻ ലിക്വിഡ് ഐ ഷാഡോ എടുക്കുന്നത് ചെറിയൊരു വിങ്ട് കൊടുത്തു. ഗോൾഡ് ലിക്വിഡ് ഐ ഷാഡോ മാർസിനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡാമ്പ് ചെയ്ത് കൊടുക്കുക സെൻറ്റർ പാർട്ടിൽ. എന്നിട്ട് കൈ കൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ബനാന ഇൻസൈറ്റിൻ്റെ ഒരു ബനാന പൗഡറാണ് എടുക്കുന്നത്. എപ്പോഴും പൗഡർ യൂസ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. വൈറ്റ് ഒന്ന് മാക്സിമം ഒഴിവാക്കുക കേട്ടോ. ഈ നമ്മുടെ ഈ സാധാ പൗഡറിന് സാൻഡൽവുഡ് ഷെയ്ഡൊക്കെ വരത്തില്ല, അതൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ പൗഡറൊക്കെ ഡാമ്പ് ചെയ്തു. ഇനി അടുത്തത് ബ്ലഷാണ്. ബ്ലഷിന് മാർസിൻ്റെ തന്നെ ലിക്വിഡ് ബ്ലഷ് അവർ ഡോൺ എന്ന് പറഞ്ഞിട്ട് ലിക്വിഡ് ബ്ലഷാണ് ഉപയോഗിക്കുന്നത്. നല്ലൊരു പിച്ചി ഷെയ്ഡാണ് കേട്ടോ, അടിപൊളി ഒരു ഷെയ്ഡാണ്. അപ്പോൾ അതെടുക്കുക, ജസ്റ്റ് ഒന്ന് ഡാമ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വളരെ കുറച്ച് സ്റ്റെപ്സൊക്കെ കൂടെ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആവാൻ. ബ്ലഷ് ഇട്ടു. ഇനി അടുത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രോൺസർ വെച്ച് കോണ്ടൂർ ചെയ്യുന്നുണ്ട്. ഒരു പൗഡർ കോണ്ടൂറിങ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഡീറ്റെയിൽ കോണ്ടൂറിങ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ഡബിൾ ചിഹ്നം ഫോർഹെഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുണ്ട്. NYBയുടെ ഒരു ബ്രോൺസർ കോണ്ടൂർ പൗഡറാണ് എടുത്തേക്കുന്നത്. ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. അതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഇപ്പോൾ നമുക്ക് ലിക്വിഡ് കോണ്ടൂറൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്യണം. ഇതുവരെ ലിക്വിഡ് കോണ്ടൂർ ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ വിരൽ തന്നെ എടുത്തിട്ട് നമ്മുടെ നോസും കൂടെ ഒന്ന് കോണ്ടൂർ ചെയ്യുക. ഓക്കെ, ഡൺ. അടുത്ത ഹൈലൈറ്റർ ആണ്. അത് ഇൻസൈറ്റിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് പാലറ്റാണ് എടുക്കുന്നത്. അതിൽ തന്നെ ഒരു ഷെയ്ഡ്, ഒരു വൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് അടിപൊളി പാലറ്റാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ്.
അപ്പോൾ അടുത്തത് ലിപ്സാണ്. നോസിൻ്റെ സെൻട്രൽ പാർട്ട് ഓഫ് നോസും കൂടെ ഒന്ന് കോണ്ടൂർ ചെയ്തിട്ടുണ്ട്. ലിപ്സിൻ്റെ യൂണിവേഴ്സൽ ലിപ് ലൈനർ എന്ന് പറയുന്ന മാർസിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ 14 ആണ് എടുക്കുന്നത്. ഒരു ബ്രൗൺ വിച്ച് ഗോസ് വിത്ത് എനി ഷെയ്ഡ്, ന്യൂഡ് ആയാലും റെഡ് ആയാലും എല്ലാത്തിനും പോകുന്നൊരു ഷെയ്ഡാണ്. ഇനി അടുത്തൊരു റെഡ് ഷെയ്ഡാണ് എടുക്കുന്നത്. DLC031. അത് ഡാസ്ലറിൻ്റെ ഒരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു അടിപൊളി റെഡ് ഷെയ്ഡാണ്. ഇപ്പോൾ അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടു. അതിനിടയ്ക്ക് മസ്കാര ഇട്ടായിരുന്നു. ലോറിയൻ്റെ ലാഷ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു മസ്കാരയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് ഫിക്സർ ലാസ്റ്റ് വന്നിട്ട് മേക്കപ്പ് ഫിക്സർ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഐസ് ഒന്ന്, ഐ മേക്കപ്പ് ഒക്കെ പോവില്ല, അപ്പോൾ ഐസ് ഒന്ന് അടച്ചിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഒരു ക്രീം കളർ സാരിയാണ് എടുത്തേക്കുന്നത്. ഒരു ഗോൾഡൻ ബ്ലൗസ് ഇട്ടാണ് പെയർ ചെയ്തേക്കുന്നത്. ഇതാണ് ജുവൽസൊക്കെ ഒരു സ്റ്റഡിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. ഒരു സൂപ്പർ റെഡ് ലിപ്സ്റ്റിക് സിന്ദൂർ ഒരു ലുക്കാണ്. നിറച്ച് വളകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഈ ലുക്ക് ഇഷ്ടപ്പെട്ടാലും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡു സപ്പോർട്ട്. Then, ta-ta, bye-bye, see you.